വെൽക്കം ടു ലൈറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ. ഈ വീഡിയോയിൽ പ്രോഡക്റ്റ് ക്രിയേഷനെക്കുറിച്ചാണ് പറയുന്നത്. മാസ്റ്റർ ഫയൽ എന്ന മെനുവിൽ നിന്നും പ്രോഡക്റ്റ് എന്ന മെനു സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ Ctrl+P എന്ന ഷോർട്ട്കട്ട് കീ പ്രസ് ചെയ്താലും മതി. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെയിം, കോഡ് തുടങ്ങി പല ഫീൽഡുകൾ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഈ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയോ എൻ്റർ ചെയ്യുകയോ ചെയ്താൽ ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ലോഡ് ചെയ്തു വരും. അവിടെ വച്ച് മോഡിഫിക്കേഷൻസ് ചെയ്യാവുന്നതാണ്. പുതിയ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാൻ Ctrl+N പ്രസ് ചെയ്യുക അല്ലെങ്കിൽ മുകളിലെ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റ് ഏതു ടൈപ്പിൽ ഉൾപ്പെട്ടതാണ് എന്നാണ്. സർവീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ സർവീസ് സെലക്ട് ചെയ്യണം. സ്റ്റോക്ക് മാനേജ് ചെയ്യേണ്ട ഒരു ഇൻവെന്ററി ഐറ്റം ആണെങ്കിൽ സ്റ്റോക്ക് എന്ന് സെലക്ട് ചെയ്യണം. കോഡ് ഓട്ടോമാറ്റിക് ആയി വരും എങ്കിലും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സ്റ്റാൻഡേർഡ് ബാർ കോഡ് ഇവിടെ സ്കാൻ ചെയ്തു കോഡ് ആയി സെറ്റ് ചെയ്യാം. നെയിം, പ്രിന്റ് നെയിം, ഷോർട്ട് നെയിം തുടങ്ങി ആവശ്യമുള്ള എല്ലാ ഫീൽഡുകളും കൃത്യമായി ഫിൽ ചെയ്യുക. കാറ്റഗറി, HSN തുടങ്ങിയവ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. HSN സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയി ടാക്സ് സെലക്ട് ആകും. പ്രോഡക്റ്റിന്റെ യൂണിറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. പർച്ചേസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ്, MRP, സെല്ലിംഗ് പ്രൈസുകൾ എന്നിവ ഓട്ടോമാറ്റിക് ആയി ഇവിടേക്ക് അപ്ഡേറ്റ് ആവുന്നതാണ്. വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കാനും സാധിക്കും. അതർ ഇൻഫോ എന്ന ടാബിൽ കോമൺ ആയ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റീ ഓർഡർ ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലിമിറ്റ് തുടങ്ങിയവ ഇവിടെ സെറ്റ് ചെയ്യാം. റാക്ക് ലൊക്കേഷൻ, ഡിസ്കൗണ്ട്, ഐറ്റം ബ്ലോക്കിംഗ്, നെഗറ്റീവ് സ്റ്റോക്ക് അനുവദിക്കുക.